എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഈ പൊരിഞ്ഞിരിക്കുന്ന സാധനം ഉണ്ണിയപ്പമാണെന്ന് പലർക്കും തോന്നിക്കാണും. എന്നാൽ ഇത് ഉണ്ണിയപ്പമല്ല, അങ്ങനെയല്ല. ഇത് നമുക്ക് ഏത്തപ്പഴം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശർക്കര പാനി ഒന്ന് ഉരുക്കിയെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇത്രയും സംഭവങ്ങളാണ്. ഇത് നമ്മൾ അവിച്ച് വെച്ചിരിക്കുന്ന പഴമാണ്, ഗോതമ്പ് പൊടി, മൈദ മാവ്, പിന്നെ നമ്മുടെ ശർക്കര പാനി, പിന്നെ കുറച്ച് ഏലക്ക പൊടിച്ചത്, ബേക്കിംഗ് സോഡ, ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് പഴവും ഈ ഒരു ശർക്കര പാനിയും ഗോതമ്പ് പൊടിയും കൂടിയിട്ട് അടിച്ച് അതിലേക്ക് തന്നെ കുറച്ച് മൈദ മാവൊക്കെ ഇട്ട് അടിച്ച് ഇതിനെ ഒരു ബാറ്റർ പരുവത്തിന് നമ്മളിത് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മുടെ ബേക്കിംഗ് സോഡയും പിന്നെ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കുറച്ച് കറുത്ത എള്ളും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഏകദേശം നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന ആ ഒരു പാടൊക്കെ തന്നെ ഇതിനേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിപ്പോൾ ഉണ്ണിയപ്പം ചട്ടി തന്നെ എടുത്ത് പൊരിക്കുകയാണ്, വേറെ ചട്ടിയൊന്നും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ നല്ല രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, എണ്ണ ഒഴിച്ച് ഈ ഒരു ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ സ്കൂളിലായിരുന്നു. സോ എൻ്റെ അനിയത്തിയാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അവളുടെ കൈയൊക്കെ പൊള്ളിപ്പോയി. ഈ കുട്ടിക്ക് ടേസ്റ്റ് നോക്കാനും അറിയില്ല. അടിപൊളിയായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യേ.